നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്ക് എന്തിനാ എടുത്തി പോകുന്നേ? ഇപ്പൊ എന്തു പറ്റി അമ്മേ? ഇനി എന്താ ആകേണ്ടത്? ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നത്, ഞങ്ങളുടെ പിന്നാലെ ആ MLA ഇവിടെ വന്നത്. എനിക്കൊന്നും അറിയില്ലെന്നാണോ നിന്റെ വിചാരം? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിച്ചു പോയാലും ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഏട്ടത്തി മുതിർന്നയാളല്ലേ, ഇങ്ങനെ തടസ്സം പറഞ്ഞ എങ്ങനാ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഏട്ടത്തി? ഏട്ടത്തി മാറിയെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇപ്പോഴും അവരുടെ കൂടെ ചേർന്ന് വക്കാലത്ത് പറയാം. നേരത്തെ തന്നെ നിങ്ങളുടെ പകുതി ജീവിതം ഇല്ലാതായി. ഇനിയും അത് പൂർത്തിയാക്കണോ? 4 മാസം കൂടി കഴിഞ്ഞാൽ കാവ്യയുടെ കല്യാണമേ. പയ്യന്റെ വീട്ടുകാരാണെങ്കിൽ കോടീശ്വരന്മാരുമാണ്. അതിന് നമ്മളും അവർക്കൊപ്പം കാര്യങ്ങളൊക്കെ നടത്തണ്ടേ അമ്മേ? അങ്ങനെ അവര് പറഞ്ഞോ? സ്ത്രീധനം എന്തെങ്കിലും അവര് കൂടുതലായിട്ട് ചോദിച്ചോ? നമ്മുടെ സ്വത്ത് കണ്ടോ അന്തസ് കണ്ടോ അല്ല. നമ്മുടെ പെൺകുട്ടിയെ അവര് മരുമകളായിട്ട് സ്വീകരിക്കുന്നത് ഭാസ്കർ. അഭിയുടെ മുഖം കണ്ട് അവന്റെ നല്ല ഗുണം നോക്കി ഈ കല്യാണത്തിന് അവര് സമ്മതിച്ചതാണ്. അഭിയാണ് നമ്മുടെ സ്വത്ത്. അത് ഓർമ്മയിൽ വച്ചോ. അതെന്താ? അയാളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ അമ്മേ? അഭി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ജീവിതം ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്വത്ത് മുഴുവൻ അഭിയുടേതാ. ഇങ്ങനെ എപ്പോഴും പറയുന്നത് കൊണ്ടാ അഖിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ തടസ്സമായിട്ടും വരും. സ്വയം അധ്വാനിച്ച് സമ്പാദിക്കാൻ പറയേ. ആരും തടസ്സം നിൽക്കില്ല. എന്ത് ചെയ്യാനാണെങ്കിലും അതിന് മൂലധനം വേണ്ടേ? എന്റെ ഭർത്താവിന്റെ സ്ഥലം നിങ്ങളുടെ മൂലധനമല്ല, അത് അദ്ദേഹത്തിന്റെ ജീവനാ. സ്ഥലം വിറ്റാൽ അത് അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നത് പോലെ. അല്ല അച്ഛൻ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ കൃഷി ചെയ്യും? അച്ഛന് പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന് ശ്വാസം ഉള്ളിടത്തോളം കാലം കൃഷിപ്പണി തന്നെ ചെയ്യും. അല്ല, അഖിൽ എവിടെ? അച്ഛനോട് സംസാരിക്കാനായിട്ട് വയലിലേക്ക് പോയിരിക്കുക. അച്ഛാ, 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 അഖിൽ വന്നിട്ടുണ്ട്. എന്താടാ? അച്ഛനോട് സംസാരിക്കണം. ഇങ്ങോട്ട് വാ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. അച്ഛാ, അച്ഛനോട് നിൽക്ക്, ഞാൻ പോയി എന്താന്ന് ചോദിച്ചിട്ട് വരാം. അഖിൽ, ഞാൻ വിളിച്ചത് എന്റെ അച്ഛനെയാ, അല്ലാണ്ട് നിങ്ങളെ അല്ല. ഇപ്പൊ അച്ഛനോട് സ്ഥലം വിൽക്കുന്നതിനെ പറ്റി സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ ഈ സ്ഥലം നിങ്ങൾക്ക് അടിച്ചു മാറ്റുന്ന കരുതിയോ? അല്ല അഖിൽ, ഈ സ്ഥലം അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടടാ. അച്ഛന്റെ കയ്യിലിരുന്ന് എന്ത് ചെയ്യാനാ? വെറുതെ കൃഷി ചെയ്യാനോ? എനിക്ക് തന്നെ ഞാൻ അതുകൊണ്ട് ബിസിനസ് ചെയ്യും. ഞാൻ പറയുന്നൊന്ന് കേൾക്കഖിൽ. സ്ഥലത്തെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. MLA സ്ഥാനം അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. എന്താടാ പാന്റ് ഷർട്ടും കേട്ട് വന്നിരിക്കുന്നു? ഇന്ന് വയലിലിറങ്ങി ജോലി ചെയ്യുന്നില്ലേ? എനിക്ക് അച്ഛനോട് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? കെട്ടിയിട്ടിരിക്കുന്ന മാട് മേഞ്ഞു നടക്കുന്ന മാടോട് സംസാരിക്കും പോലെ എന്നോട് സംസാരിക്കണോ? ഞാൻ അച്ഛനോട് വീട്ടിൽ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നു. ശരി, എന്താ പറയണ്ടെന്ന് വെച്ചാ പറയാ.
അപ്പൊ അത് പിന്നെ എന്താടാ വെള്ളം ഇറക്കുന്നേ? അപ്പൊ അത് പിന്നെ ഈ സ്ഥലം ഈ സ്ഥലം എന്താ? അപ്പൊ ഇത് 7 ഏക്കറല്ലേ അച്ഛാ? അതെ, അതിനെന്താ ഇപ്പോ? ഇവിടുന്ന് നല്ല വിളവൊക്കെ കിട്ടുന്നുണ്ടോ? വിളവ് കിട്ടിയ നിനക്കെന്താ, കരിഞ്ഞു പോയ നിനക്കെന്താ? നീ സിറ്റിയിലല്ലേ ജീവിക്കുന്നേ? അപ്പൊ അതല്ല അച്ഛാ, അത് ഇത് ചോദിക്കാനാണോ വന്നത്? ആ അതെ അച്ഛാ. ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി നടക്കുന്നവൻ ഇവിടെ വന്ന് എന്റെ ജോലി കൂടെ മുടക്കിയിരിക്കുക. താങ്ക്സ് അഖിൽ. അച്ഛനോട് സ്ഥലത്തെ പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോണ്ടല്ല ഞാൻ ചോദിക്കാത്തത്. ആ പറയ കാർത്തിക. നിന്റെ അച്ഛനോട് ചോദിച്ചു അഖിൽ? ഇല്ല. ഇനി എപ്പോ ചോദിക്കും? അത് അച്ഛൻ. മനസ്സിലായി, നിനക്ക് നിന്റെ അച്ഛനോട് ചോദിക്കാൻ ബുദ്ധിമുട്ട്. ഇവിടെ നിന്റെ അമ്മ എന്നോട് ലഗേജ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരുവാ. കാർത്തിക നിക്ക്, ഞാൻ പറയട്ടെ. ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് നിന്റെ അച്ഛനോട് ചോദിച്ചോളാം. കാർത്തിക നിക്ക്. എന്താടോ പിയെ, ഇതുവരെ ഒരു റെസ്പോൺസും ഇല്ലല്ലോ. നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാത്തതുകൊണ്ട് അഖിലിന് ഫീൽ ചെയ്തിട്ടുണ്ടാവോ? വയലിൽ പോയിരുന്നെങ്കിൽ സാറിന്റെ അഭിമാനത്തിനാണ് ക്ഷതം ഉണ്ടാവുക സാർ. അതുകൊണ്ടല്ലേ അവസാന നിമിഷം ഒരു ടിസ്റ്റ് കൊടുത്ത് അഖിലിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. വലിയ ബുദ്ധിശാലി. ആ നിലത്തിൽ ചെന്നിരുന്നെങ്കിൽ അഭിരാമിന്റെ കൈ കന്നത്ത് കയറിയനെ. ആ, ആ, എന്താ മോളെ കാർത്തികേ, എന്തെങ്കിലും വിവരം അറിഞ്ഞായിരുന്നോ? നിന്റെ അമ്മാവനോട് അഖില് കാര്യങ്ങൾ സംസാരിച്ചോ? ഇല്ല അങ്കിൾ, ഒന്നിനും കൊള്ളാത്ത എന്റെ ഭർത്താവ് തല്ലിയ കരയുന്നുള്ള അവസ്ഥയിലാ ഇപ്പോ ഉള്ളത്. എന്ന് വെച്ചാ ഇതുവരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വേറെ എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ വയലിലേക്ക് പോവാം. നീ പോയിട്ട് എന്ത് ചെയ്യാനാ? നിന്റെ ഭർത്താവിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു, പിന്നെ നീ എന്ത് സംസാരിക്കും? ഞാൻ സംസാരിച്ചോളാം. ആ, നീ പറഞ്ഞിട്ട് നിന്റെ അമ്മാവൻ കേട്ടില്ലെങ്കിലോ? പിന്നെ ഒരു വഴിയേ ഉള്ളൂ അങ്കിൾ. അയാളുടെ കൈയും കാലും വായും എല്ലാം കെട്ടിപ്പൂട്ടിയ രീതിയിലാക്കി വിരലടയാളം പത്രത്തിൽ വെച്ച് സ്ഥലം നമുക്ക് വിൽക്കാം. ഇത് വർക്കൗട്ട് ആവും തോന്നുന്നില്ല സാർ. കാർ കൊണ്ടുവരാൻ ഞാൻ ഡ്രൈവറോട് വിളിച്ച് പറയട്ടെ സാർ. ഡ്രൈവറിനല്ല, നീ വിക്രമിന് ഫോൺ ചെയ്യ. വിക്രമനെയോ? എന്തിന് സാർ? പറഞ്ഞത് ചെയ്യ. ഏയ് പോടാ. ഹലോ, ആ പറ. വിക്രമ, MLA സാറിന് നിങ്ങളോട് സംസാരിക്കണമെന്ന്. ഇതാ സാർ. എന്തൊക്കെയുണ്ട് വിക്രമ? എന്ത് പറയാനാ സാർ, സാറിന്റെ അനുഗ്രഹം കൊണ്ട് 3 കൊലപാതകവും 6 കിഡ്നാപ്പും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട് സാറേ. അപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലേ. നിനക്ക് ചെറിയൊരു പണിയുണ്ട് വിക്രമ. ആ പറയൂ സാറേ. പറഞ്ഞത് മനസ്സിലായോ? ആ കിളവൻ ചാവാൻ പാടില്ല. കൈയും കാലും തല്ലി ഒടിക്കണം, ഒപ്പം സംസാരിക്കാതെയും ആക്കണം. അല്ല, ആ അഭിരാ എതിർക്കാൻ വന്ന എന്ത് ചെയ്യും സാറേ? കണ്ടം തുണ്ടമായി വെട്ടിയേക്ക്. ശരി സാറേ, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ ഫോൺ ചെയ്യാം. ആ, എന്താ സാർ സൈലന്റ് ആയിരുന്നു സാർ വയലന്റ് ആയി തീരുമാനം എടുത്തത്? പിന്നെന്താ ചെയ്യുക? ആ 4 ഏക്കറിന് വേണ്ടി 4 ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണോ പറയുന്നത്? സാറിന്റെ ബുദ്ധിയിൽ ഇത്ര നല്ല ഐഡിയാസ് എങ്ങനെ വരുന്നു സാർ? എടോ പിയെ, ഇത് എന്റെ ഐഡിയ ഒന്നുമല്ല, ആ കാർത്തിക തന്ന ഐഡിയ. അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിക്കണം, നമുക്ക് നാട്ടിലേക്ക് പോകാം, കുറച്ച് ദിവസം അവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞത് വിശ്വസിച്ചു വന്നതാ. പക്ഷേ ഇത്രയും നീചമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചില്ല.
അമ്മ വെറുതെ ടെൻഷൻ ആകണ്ട, എല്ലാം ഏട്ടൻ നോക്കിക്കോളും. അഭി മാത്രമായിട്ട് എത്ര കാലം ഇതൊക്കെ നോക്കും വസു? ആ MLA എതിർക്കുക എന്ന് പറയുന്നത് പ്രയാസമാ. ഇപ്പൊ അഭിക്കാണെങ്കിൽ സ്വത്ത് പോലും ഇല്ല. ഏട്ടന്റെ ധൈര്യം തന്നെ ഏട്ടന് സ്വത്ത്. അമ്മേ, എല്ലാം കൈവിട്ടു അമ്മേ. എന്താ ഉണ്ടായത് ഭാവനെ? വസ്തു വിൽക്കുന്നതിനെ പറ്റി അച്ഛനോട് ഇതുവരെ അഖിൽ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല അമ്മേ. അത് മനസ്സിലാക്കിയ കാർത്തിക അവള് തന്നെ ചോദിക്കാന്ന് പറഞ്ഞ് വയലിലേക്ക് പോയിരിക്കുക. കാർത്തികയ്ക്ക് എന്ത് ധൈര്യമാണെന്ന് നോക്ക്. ആ MLA പിന്നിലുണ്ടെന്ന അഹങ്കാരം അവൾക്ക്. ആദ്യമായി MLA കിട്ട് 2 എണ്ണം പൊട്ടിക്കണം. നമ്മുടെ സ്വഭാവം ശരിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എന്ത് കാര്യം അമ്മേ? അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടരുതെന്ന് ഇവിടെ ഉള്ളവര് മനസ്സിലാക്കണ്ടേ? ആ MLA ഇവരെയൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വസു. ലക്ഷങ്ങൾ ചെലവാക്കിയ കോടികൾ കിട്ടുമെന്ന് വെറുതെ മോഹിപ്പിക്കുക. എന്റെ ഏട്ടനും കൂടി അതാണ് ആഗ്രഹിക്കുന്നത് വസു. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാർത്തിക ചെന്ന് അദ്ദേഹത്തോട് സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ വസു? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാ അമ്മേ. അച്ഛനെ അറിയിക്കാതിരിക്കാൻ അവളെ തടയാം. ഒന്ന് പെട്ടെന്ന് ചെല്ലു വസു. ഞാനും കൂടെ വരാം വസു. അമ്മ എന്തിനാ വരുന്നേ? കാർത്തികയും അഖിലും ചേർന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ അടുത്ത് ഞാനുണ്ടാവണം. വാ വസു. അമ്മായിയമ്മയും മരുമോളിത് എങ്ങോട്ടേ ധൃതിപ്പെട്ടു പോകുന്നത്? നിക്ക് കാർത്തിക, ഇപ്പൊ അച്ഛന്റെ മൂഡ് ശരിയല്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നെ തടയരുത്, ഞാനാണ് സത്യം. മാറി നിൽക്ക്. കാർത്തിക, അച്ഛാ, ഇവള് കഴിക്കാനുള്ള നേരമായില്ലല്ലോ. ഇത് നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നോ? ഞാൻ ഭക്ഷണം തരാൻ വേണ്ടി വന്നതല്ല. പിന്നെ അതോ ഈ നിലത്തിൽ ജോലി ചെയ്യാൻ വന്നതാണോ? ഈ സ്ഥലം വിൽക്കുന്ന കാര്യം സംസാരിക്കാൻ വന്നതാ. എന്താ പറഞ്ഞേ? നിലം വിൽക്കാനോ? അതെ, ആ കാശ് ഉപയോഗിച്ച് MLAയോടൊപ്പം ചേർന്ന് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അതിനാ ഇങ്ങോട്ടേക്ക് വന്നേ. MLA വന്നതും അതിനു വേണ്ടിയാ. ഈ കാര്യം അച്ഛനോട് പറയാൻ അഖിലിന് ബുദ്ധിമുട്ടായിരുന്നു. അതാ ഞാൻ തന്നെ പറയാൻ വന്നത്. അഖില് ബുദ്ധിമുട്ടിയത് എനിക്ക് മനസ്സിലാവും. എന്നാ നീ എന്തിനാ ബുദ്ധിമുട്ടിയത് അഭി? ഞാൻ അച്ഛനോടല്ലേ സംസാരിക്കുന്നത്. കൊളമാക്കൂല്ലേ ഇവള്? ഇവര് സ്ഥലം വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നിനക്കിത് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? എന്തിനാ നീ എന്നെ ഇത് മറച്ചത് അഭി? വീണ്ടും എന്തിനാണ് നീ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നേ? എന്നോട് സംസാരിക്കച്ചാ. എന്താ അഭി, നിനക്ക് ഇവരോട് ഇത്ര സ്നേഹ കൂടുതൽ? ഇനിയും എന്തിനാ ഇവര് ചെയ്തു കൂട്ടിയതൊക്കെ മറന്നു കളയുന്നത്? എന്തിനാ നീ ഇവരെങ്ങനെ സംരക്ഷിക്കുന്നേ? അച്ഛാ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അച്ഛാ. സ്ഥലം വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? എവിടെയും മിണ്ടാതിരിക്കാൻ. കാർത്തിക, ഇനി ഒരു തവണ കൂടി ഈ കാര്യം പറഞ്ഞാൽ നീ പിന്നെ ഞങ്ങളുടെ മരുമകളായി ഉണ്ടാവില്ല. നിനക്കൊരിക്കലും ഞങ്ങൾ മാപ്പ് തരില്ല.
അതിന് ഞാൻ എന്ത് ചെയ്തു? ഈ സ്വത്തിന്മേൽ എന്റെ ഭർത്താവിന് അവകാശമുണ്ട്. അത് ഞങ്ങൾക്ക് എന്താ വിൽക്കാൻ പാടില്ലേ? ഞങ്ങൾ എന്താ ഉയരാൻ പാടില്ലേ? ഈ സ്ഥലത്തിന് മേൽ എന്റെ ഭർത്താവിനല്ലാതെ വേറെ ആർക്കും ഒരവകാശവും ഇല്ല. എന്തുകൊണ്ടില്ലാന്ന്? അഖിൽ അച്ഛന്റെ സ്വന്തം മകനല്ലേ? ഇയാളെ പോലെ 3-ാം സ്ഥാനക്കാരനല്ലല്ലോ. ആരാ 3ാമത്തെ സ്ഥാനക്കാരൻ? തന്റെ മുഴുവൻ സ്വത്തുക്കളും നിങ്ങൾക്ക് എഴുതി തന്നില്ലേ? അവനാണോ 3ാം സ്ഥാനക്കാരൻ? ഫാക്ടറി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുതെന്ന് കരുതി അതിനെ സംരക്ഷിക്കുന്ന ഇവനാണോ 3ാമൻ? ഇപ്പോഴും നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇവൻ 3ാം സ്ഥാനക്കാരൻ. ആരാണ് 3ാം സ്ഥാനക്കാരൻ? അഭി തന്ന സ്വത്ത് വാങ്ങി അനുഭവിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നിനക്ക് നാണമാവില്ലേ കാർത്തിക? നിങ്ങൾക്കിനി തനിയെ പോയി സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയ സ്വത്ത് സംരക്ഷിച്ചാൽ മാത്രം മതി. അപ്പോ ഞങ്ങളും ഇവരെ പോലെ ഇവിടെ കൃഷി ചെയ്യണമെന്നാണോ പറയുന്നേ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഉടനെ ഈ വയലിന്ന് ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ കോടതിയിലേക്ക് പോകും. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. അത്ര എളുപ്പത്തിൽ നിങ്ങളെ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ മോമിനെ, ലോയറിനെയും ജഡ്ജിനെയും എല്ലാവരെയും അറിയാം. അഖിൽ, എത്രയും പെട്ടെന്ന് കാർത്തിക ഇവിടുന്ന് വിളിച്ചോണ്ട് പോ. ഞങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അഖിൽ, ഞാൻ നിന്നോടാണ് പറഞ്ഞത്. ഇനി ഒരു മിനിറ്റ് പോലും അവളോട് നിൽക്കാൻ പാടില്ല. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങളുടേതല്ല. നിന്റെ ചേട്ടനെ വെറുതെ ദേഷ്യപ്പെടുത്തരുത് അഖിൽ. അവളെ കൂട്ടി പോവാൻ നോക്ക്. ദേഷ്യം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വരും. ഓക്കെ ഞാൻ വിളിച്ചോണ്ട് പോവാം. കാർത്തിക വന്നേ. എന്താ അഖിൽ, നീ എന്തിനാ പേടിക്കുന്നേ? മര്യാദക്ക് എന്നോട് വന്നോണം. ചുമ്മാ ഓവറാക്കരുത്. വാ. എന്താ അഖിൽ ഇത്? വാടി ഇങ്ങോട്ട്. എന്നെ വിട്. നിങ്ങൾ അംബികാദേവിയുടെ മകളോടാണ് കളിക്കുന്നത്. MLA യോടാണ് കളിക്കുന്നത്. ലൈഫ് ലോങ് നിങ്ങൾ വിഷമിക്കേണ്ടി വരും. എല്ലാരും വയലിലേക്ക് പോയി. അവിടെ എന്തോ നടക്കുന്നോ എന്തോ. നിലം വിൽക്കാനായിട്ട് ഏട്ടൻ സമ്മതിച്ചോ എന്തോ. ദൈവമേ, എന്തുപറ്റി? എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. എല്ലാം നിങ്ങൾ കാരണം MLA സാറേ. എല്ലാം നിങ്ങൾ തന്നെയല്ലേ തുടങ്ങി വെച്ചേ. സാർ, നിങ്ങള് മിണ്ടാതിരിക്കടോ. അവരുദ്ദേശിച്ചത് വേറെ കാര്യമാ. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ സ്ഥലത്തെ പറ്റി ആലോചിച്ചിട്ടാണോ ഇത്ര ടെൻഷനായിരിക്കുന്നത്? അതെ MLA സാർ, ഈ നാട്ടിലേക്ക് വരാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ ഭാസ്കറും അഖിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ ഏട്ടനെ സമ്മതിപ്പിച്ചു കാണും. എന്ത് സമ്മതിപ്പിച്ചു? എത്ര പറഞ്ഞാലും എന്റെ അച്ഛൻ കേൾക്കില്ല. ഓ, അങ്ങനെയാണോ അഖിൽ മോനെ? അതെ സാർ. ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും സ്ഥലം വിൽക്കാനായി എന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി കോർട്ടിൽ കേസ് കൊടുത്തേ പറ്റൂ. അതിന്റെ ആവശ്യമില്ല. ഒരു നല്ല ഹോസ്പിറ്റലില് അഡ്മിഷൻ റെഡിയാക്ക്, അത് മതി. ആർക്കാ MLA സാർ? നിങ്ങളുടെ ചേട്ടന് തന്നെയാ. അയാളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എന്റെ ഗുണ്ടകളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അമ്മേ, നല്ല അടി കിട്ടിയാൽ അടങ്ങുന്ന ഹാനയെ പോലെ പറഞ്ഞാൽ കേൾക്കാത്ത ചില മനുഷ്യരും അടി കിട്ടിയാലേ പഠിക്കൂ. എടോ, എന്റെ അച്ഛനെ തല്ലാൻ റൗഡികളെ ഏർപ്പാട് ചെയ്തെന്നോ? തന്നെ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാ തന്നെ ഞാൻ കൊന്നുകളയും. എന്താ മോനെ അഖിലേ, ഇതെന്റെ കോളറാണെന്ന് കരുതിയോ അതോ വെറും കടലാസാണെന്ന് കരുതിയോ? അദ്ദേഹത്തെ വിട് അഖിൽ. എന്തിനാണ് ഈ വിടുന്നേ? ഇയാൾ എന്റെ ഏട്ടനെ കൊല്ലാനായിട്ട് ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുക. ഞാൻ അത്രയും മനുഷ്യത്വം ഇല്ലാത്ത ആളൊന്നും അല്ല കേട്ടോ. ഗുണ്ടകളെ അയച്ചത് നിങ്ങളുടെ ചേട്ടനെ കൊല്ലാനൊന്നുമല്ല. പിന്നെ എന്തിനാ ആളെ അയച്ചത്? ജസ്റ്റ്
നിന്റെ അച്ഛന്റെ കാലുകളും കൈകളും തല്ലിയൊടിക്കാനും സംസാരിക്കാതാക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്ത് ആയി ചെയ്യാമല്ലോ. നമ്മുടെ കാര്യം നടക്കാനായിട്ട് എന്റെ പാവ അച്ഛനെ അപായപ്പെടുത്താനോ? ഈ ഐഡിയ തന്നത് തന്നെ നിങ്ങളുടെ ഭാര്യയാണ് അനിയ. എന്റെ MLA സാറിന് അത്രയും ബുദ്ധിയൊന്നുമില്ല. എന്താ ഇത് കാർത്തിക, നിന്റെ ഐഡിയ ആണോ ഇത്? പണത്തിന് വേണ്ടി